ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സ്പെഷ്യൽ തോരനുമായിട്ടാണ്. സ്പെഷ്യൽ ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മീൻ മുട്ട അല്ലെങ്കിൽ മീനിൻ്റെ പരിഞ്ഞിയിൽ. ഇതിൻ്റെ പുറത്തൊരു സ്കിന്നുണ്ട്. ആ സ്കിന്നോടുകൂടി ചെയ്താൽ നമുക്ക് അത്ര ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പതുക്കെ. അതിന് ശേഷം നമുക്കിതുപോലെ സ്പൂൺ വെച്ച് താഴോട്ട് വലിച്ചെടുക്കുക. അപ്പം നമുക്കത് ഫുള്ളായിട്ട് അതിൻ്റെ അകത്തുള്ള ആ മുട്ട ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. ഇങ്ങനെ ഞാൻ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഇനി ഞാൻ ഇത് തോരൻ പോലാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടൊരു 6-7 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു 1/2 കപ്പ് തേങ്ങ, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കണം. കൈ കൊണ്ട് തന്നെ നമ്മൾ ഞെരടിയെടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നന്നായിട്ട് തന്നെ ഞെരിടണം. അപ്പം ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഈ പരുവാകുമ്പം നമുക്ക് റെഡിയായി കിട്ടും. എന്നിട്ട് ഞാനിപ്പം പാനിൽ റെഡിയാക്കി എടുക്കുന്നത്, അതിനായിട്ട് ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം ഞാൻ കൈ കൊണ്ട് തന്നെ പാനിൽ ഇങ്ങനെ അമക്കി കൊടുക്കുകയാണ്. ഇത് നമുക്ക് സാധാ കോഴിമുട്ടയും താറാമുട്ടയൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ ആണെങ്കിൽ നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ പരത്തി തിരിച്ചു മറിച്ചു വിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പം തോരൻ പോലെ ആയതുകൊണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇതൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെച്ചു അടച്ച്. അതിന് ശേഷം ഒരു സൈഡ് കുക്കായി കിട്ടിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അത് ചിക്കി എടുക്കുകയാണിപ്പം. സത്യം പറഞ്ഞാൽ ഇത് വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിൽ ഇത് ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. എനിക്ക് വാഴയില കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ടേസ്റ്റിന് നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. സാധാ നമ്മൾ മുട്ടത്തോരൻ വെക്കുന്ന അതേ പ്രോസസ്സ് തന്നെ മീൻ മുട്ടത്തോരൻ. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തുടർന്നും എൻ്റെ ഈ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ മീൻ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.